Hey hello assalamu alaikum welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മളെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് കണ്ണുകാട്ടി മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അരിയൊക്കെ നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നമ്മൾ നനച്ച് കുതിർത്തി എടുത്തതാണ് കേട്ടോ. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ 2 ഏലക്കായ, പിന്നെ വേണ്ടത് ശർക്കര മെൽറ്റ് ചെയ്തത് കേട്ടോ. അതും നമുക്ക് വെള്ളത്തിന് കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബാറ്റർ നമ്മൾ നടുവിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നടുവിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഒരു കളറായിട്ട് വരും. കളർ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അതേപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.